വെൽക്കം ടു മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സുഭദ്രേച്ചിയുടെ വീട്ടിലാണ്. ഇതൊരു മനയാണ് അല്ലേ? ഇല്ലം, വേങ്ങശ്ശേരി ഇല്ല, വേങ്ങാശ്ശേരി ഇല്ലം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ഉള്ളത് സുഭദ്രേച്ചിയാണ്. ഹലോ ഹലോ ഹലോ. ഭയങ്കര ഒരു ജോളി എനർജറ്റിക് സുഭദ്രേച്ചി. ഓക്കെ ചേച്ചി, നമുക്ക് വേണ്ടി ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉരുളിയൽ പരത്തി എന്നുള്ള പലഹാരമാണ്. ഉരുളിയിൽ പരത്തിയത് ഒരു പലഹാരമാണ്. അപ്പം ഇതെന്താണിത്? ഓൾറെഡി ഇത് എന്തൊക്കെയോ പുഴുക്കലരി, ഉണക്കലരി ഒരുപോലെ എടുക്കുക. ഓക്കെ. പിന്നെ തേങ്ങ, കരിവേപ്പില, ജീരകം, ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ. ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് കൊഴുക്കട്ട പാകത്തിന് എടുക്കണം. കൊഴുക്കട്ടയുടെ മാവ് പച്ചരിയും പുഴുക്കലരിയും ഒരേ അളവിലെടുക്കുക. അത് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ഉപ്പ്, കരിവേപ്പില, ജീരകം. അതിന്റെ അളവ് എത്രയാണ്? ഇതിപ്പോ എത്രയൊക്കെയാണ് ചേച്ചി ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതിപ്പോ ഒരു കപ്പ് ഉണക്കലരിയും ഒരു കപ്പ് പുഴുക്കലരിയും. ഓക്കെ. ഇതിന് വേണ്ടുന്ന ഉപ്പും ജീരകവും കരിവേപ്പില, തേങ്ങ. ഓക്കെ. വേണ്ടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇതിന് ആവശ്യത്തിന്. ഓക്കെ. ഒരു കപ്പ് തേങ്ങ. ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇത്രയും ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉണക്കലരിയും പുഴുക്കലരിയും നല്ലപോലെ മിക്സ് ചെയ്ത് അതിൽ തേങ്ങ, കറിവേപ്പില, ജീരകം, ഉപ്പ് ഇത്രയും ഇട്ട് വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന്. ഇനി ഇതൊരു കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മാവ് വരത്തില്ല, ആ മാവിന്റെ പരുവത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാലോ. അപ്പൊ എല്ലാം ചെയ്തു തുടങ്ങാം. ഷടപടേന്ന്. ഓക്കെ ഓക്കെ. ഇത് കണ്ടില്ല, നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള അടുപ്പാണ് നമ്മളുടെ. ഉരുളിയിൽ പരത്തിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓർമ്മയുണ്ടല്ലോ. പുഴുക്കലരി, ഉണക്കലരി, ഇത് രണ്ടും സെയിം അളവിൽ. പിന്നെ തേങ്ങ, ജീരകം, ഉപ്പ്, ഈ 3 സാധനം പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ ഒരു പരുവത്തിൽ. പിന്നെ അടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഉരുളി വെച്ച് കഴിഞ്ഞു. എന്തുരുളി അത്? ഓട്ടുരുളി. ഓക്കെ. അതിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ അടുപ്പ് കത്താൻ കുറേ സമയം എടുക്കും അല്ലേ? വിറകിനെ മേടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു. കുറേ നേരം എടുത്തെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കത്തിച്ചു. ഇതൊന്നും ഇപ്പൊ കാണാൻ പറ്റത്തില്ല അല്ലേ? സാധാരണ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നിട്ടല്ലേ ഇങ്ങനത്തെ? അല്ല, അടുപ്പ് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. കൂടുതലും അടുപ്പിലെല്ലാം വെക്കുന്നത്. ആണോ? കണ്ടില്ലേ പഴയ സിസ്റ്റം. പിന്നെ ഈ നമ്മൾ നോൺ സ്റ്റിക്ക് ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓട്ടുരുളിയിലാണ്. അപ്പൊ ഇതിന്റെ രുചി തന്നെ വേറെ ആയിരിക്കും. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ഒക്കെ രുചി തന്നെ വേറെയാ. ഇതൊന്നും കൂടി പറയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഈ മാവിന്റെ പുഴുക്കലരി, ഉണക്കലരി ഒരേ അളവിൽ എടുക്കുക. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. എത്ര നേരത്തോളം വെക്കണം? 2 മണിക്കൂർ. ഒരു 2 മണിക്കൂർ ഇത് രണ്ടും നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ നന്നായിട്ട് അരയ്ക്കുന്നു. ഒരേ അളവാണ് രണ്ടിനും. അരയ്ക്കുമ്പോൾ തേങ്ങ, കരിവേപ്പില, ഉപ്പ്, ജീരകം, ഈ 4 സാധനം നമ്മൾ ഇടുക ആവശ്യത്തിന്. ഓക്കെ. ആവശ്യത്തിനെന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലാവുന്നത്. തേങ്ങയൊക്കെ എത്രയാണ് ഇതിലിട്ട്? 2 കപ്പ്. ഒരു അരമുറി തേങ്ങ. ഒരു അരമുറി മതി. അരമുറി തേങ്ങ. കറിവേപ്പില അരമുറിയല്ല, ഒരു മുറി. ഒരു തേങ്ങയുടെ പകുതി. ഒരു മുറി തേങ്ങ. സോറി അല്ല. ഓക്കെ ഓക്കെ. ഒരു തേങ്ങയുടെ പകുതി. ഒരു തേങ്ങയുടെ പകുതി നമ്മൾ അരച്ചതിലിട്ടിരിക്കുകയാണ്. പിന്നെ കറിവേപ്പില, ഉപ്പ്, ജീരകവും കുറച്ച് ഒരു ഹാഫ് സ്പൂൺ. ഒരു സ്പൂൺ ഇടുക. 1 സ്പൂൺ. ഓക്കെ. അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവം. ഇനി ഞാൻ ഇത് പറയത്തില്ല കേട്ടോ. ഓക്കെ. അപ്പം നമ്മളുടെ അടുപ്പിൽ ഇപ്പോൾ ഓൾറെഡി എണ്ണ തടവി വെച്ചിരിക്കുകയാണ് നമ്മളുടെ ഉരുളിയിൽ. ഇത് സാധാരണ വെളിച്ചെണ്ണയാണോ അതോ? വെളിച്ചെണ്ണ ഇങ്ങനെ തടവി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഉരുളിയിൽ പരത്തിയത്. നമ്മളിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ വാഴത്തണ്ട് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാണ്.
ഓക്കെ മതിയോ ചേച്ചി? മതി. അപ്പം ഇതെല്ലാം സ്പ്രെഡ് ചെയ്തു. ഇനി ഇനി മാവെടുത്ത് അതിലോട്ട് ഇടും. കൈ വെച്ചോ? ആ, കൈ വെച്ചിടാൻ ഓക്കെ. അപ്പൊ പൊള്ളത്തില്ലേ? ഇല്ലാന്ന്, ചേച്ചിയുടെ കൈ പൊള്ളത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ എത്ര എടുക്കുന്നത്? കുറച്ച്. ഇത് മിക്സ് ചെയ്ത് എത്ര നേരം വെക്കണം? മിക്സ് ചെയ്ത് അന്നേരം തന്നെ എടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അരിയാണ് 2 മണിക്കൂർ അരയ്ക്കുമ്പോ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്യുമല്ലോ അരയ്ക്കുമ്പോ തന്നെ. ഓക്കെ. അരച്ച് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് എടുക്കാം. അപ്പൊ തന്നെ എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ അടുപ്പ് ഇങ്ങനെ, നമ്മുടെ ഉരുളി ഇങ്ങനെ നല്ല ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പുകയൊക്കെ ഇങ്ങനെ വരുന്നു. ഈ ഇത്രയും വേണോ? ഓക്കെ. ഒരു വലിയൊരു ഉരുള. നമുക്ക് നല്ല വിശന്നിരിക്കുമ്പോൾ നമ്മുടെ ചോറ് എടുക്കുന്ന പോലെ. ഇത് കയ്യിൽ ഒട്ടാതിരിക്കാനാ വെള്ളം തൊട്ട് പുരട്ടുന്നത്. ഓക്കെ. ചേച്ചി കൈ കൈ പൊള്ളുന്നില്ലാന്ന് തോന്നുന്നു. പൊള്ളുന്നില്ല കൈ? ഇല്ല. കൈ അങ്ങനെ അമർത്തിയൊക്കെ വയ്ക്കുന്നു. നമ്മള് നാവിലല്ലേ തൊടുന്നത്. നാവില് തൊട് മനസ്സിലായില്ല. നാവല്ലേ കയ്യിൽ മുട്ടുന്നുള്ളൂ, ഉരുളി മുട്ടുന്നില്ലല്ലോ. ചേച്ചി അങ്ങനെ ധീരതയോടെ നമ്മള് അപ്പം കൈ ഇങ്ങനെ ചൂട് സാധനത്തിൽ വെച്ച് ഇങ്ങനെ പരത്തി വെച്ച് ഇപ്പം വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നോൺ സ്റ്റിക്കിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ കൈ ഇല്ലാണ്ട് തന്നെ കയ്യിൽ തന്നെ ഇത് പരത്തുന്നത്. കൈ തന്നെ ചെയ്യണം അല്ലേ? അല്ല പിന്നെ വെള്ളം കുറെ ലൂസ് ആക്കിയിട്ട് തവി കൊണ്ട് മാവ് ഇങ്ങനെ കോരി ഒഴിക്കാം. അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസം വരും. അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ കൈ വെച്ച് തന്നെ അമർത്തണം അല്ലേ? ഓക്കെ. അപ്പൊ ഇല കൊണ്ട് അടച്ചു വെക്കണം. വാഴ വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കാം. ഇതിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അല്ല അതിപ്പോ കനല് കിടന്നാൽ മതി. അതിപ്പോ അതിനെ ഞാൻ 2 കമ്പ് ഇങ്ങോട്ട് പിരിച്ചിട്ടോ. നമ്മളുടെ സ്റ്റൗവിലൊക്കെ നമ്മളിങ്ങനെ സിമ്മിലിടും. ചേച്ചി 2-3 വിറകെടുത്ത് അങ്ങോട്ട് ഇറങ്ങി മാറ്റി വെച്ചു. അതാണ് സിം അല്ലേ? ഇപ്പം നല്ല ചെറിയ തീയിൽ എത്ര നേരം എടുക്കുന്നത്? ഇത് ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞു 5 മിനിറ്റ്. ഇതെടുത്ത് തിരിച്ചിടണം. ദോശ ഉണ്ടാക്കുന്ന പോലെ തിരിച്ചിടുക, പിന്നെ അടച്ചു വെക്കുക. അടച്ചു വെക്കണ്ട, തിരിച്ചിട്ട് കഴിഞ്ഞാൽ അടച്ചു വെക്കണ്ട. ഓക്കെ. അപ്പൊ ഇതൊരു 5 മിനിറ്റ് ഈ സൈഡ് നന്നായിട്ട് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങാം അല്ലേ? ചേച്ചിനെ കുറിച്ച് പറഞ്ഞു. ചേച്ചി എവിടെ ബേസിക്കലി? ഞാൻ ഇവിടെ വന്ന ഇത് പഠിച്ചത്. ഇവിടെ വന്നിട്ടാണ്? ആരെ പഠിപ്പിച്ചു തന്നെ? അമ്മ, ഇവിടുത്തെ അമ്മ. ഓക്കെ. അപ്പൊ ചേച്ചി ആദ്യം ഈ വീട്ടിൽ വന്നിട്ട് ഇതാണോ ഫസ്റ്റ് പഠിപ്പിച്ചു തന്നെ? അല്ല, അവിടെ എന്റെ വീടൊക്കെ വടക്കാ. ഓക്കെ. അപ്പൊ ഇവിടെ വന്നപ്പോ ഈ പലഹാരം കണ്ടപ്പോ ചേച്ചിക്ക് ഇഷ്ടമായി ഭയങ്കരമായിട്ട്. ചേച്ചി കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി ഉണ്ടാക്കി തരുന്നില്ല, തനിയെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി അല്ലേ? ഇത് ഞങ്ങളുടെ ഇവിടെ മധ്യ തിരുവിതാംകൂറിലെ ബ്രാഹ്മിൻസിന്റെ ഇടയിലുള്ള ഒരു പ്രത്യേക പലഹാരം. ഓക്കെ. ചേച്ചിക്ക് പക്ഷെ എന്തിനോടാ താല്പര്യം? അടുപ്പിനോടാണോ സ്റ്റവിനോടാണോ? അടുപ്പിനോട്. അതെന്താ കാരണം? എന്താ അത് കുറെ പേർക്ക് അത് അറിയണമെന്നുണ്ടാവും. കാരണം ഗ്യാസിൽ വെച്ചാൽ അതിന്റെ പ്രത്യേക രുചി വേറെ. ഇതാ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അടുപ്പിൽ വെച്ചാല്. തീർച്ചയായും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇപ്പൊ അടുപ്പൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, നമുക്ക് ഇനി അടുപ്പിലല്ലേ കുറെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഉരുളിയിൽ പരത്തിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കണ്ണു നോക്കി ഇങ്ങനെ വേണം. ചേച്ചിയുടെ കണ്ണ് കാണിച്ചേ. ചേച്ചി കരക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി സീരിയൽ ഒന്നും വേണ്ടെന്ന് വെച്ചു. നമ്മൾക്ക് ഇനി അടുപ്പിൻ്റെ അടുത്ത് നിന്ന് കാര്യം. അപ്പം എന്തായാലും ഇതിൻ്റെ കൂടെ എന്ത് ഗ്രേവിയാ? മുളക്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല. തേങ്ങയെല്ലാം കൂടി തന്നെ കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് വരും. എന്നാലും മുളക് എടുക്കാം, നമുക്ക് എടുക്കാം. വെറും മുളക് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അത് കോരിയെടുത്ത് ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളി. ഞാൻ സെൻഡ് ആയി ചേച്ചി ഇത് കേട്ട്. മുളക് സുഭദ്രേച്ചി നമുക്ക് വേണ്ടി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കുന്നത് ഉരുളിയിൽ പരത്തിയത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി തിരിച്ചിടാൻ സമയമായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി തിരിച്ചിടാം. ഇപ്പൊ ഒരു പിടി കിട്ടിയാലോ? ഈ ഒരു പരുവാകുമ്പോ തിരിച്ചിടുക. ഏകദേശം 5 മിനിറ്റോളം നമ്മൾ വെച്ചു. ഓക്കെ. ഇതിനും ചെറിയ തീ മതി, അധികം തീ കത്തിക്കണ്ട. ഇതും കനലിൽ കിടന്ന് വേവുന്ന ഒരു തീയിൽ വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ കറി
നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്? മുളക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മുളക് ഇട്ട് വറുത്തെടുക്കുക. ഓക്കെ ഓക്കെ. അപ്പം നമ്മളുടെ ആയി കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഉരുളിയിൽ പരത്തിയത് ആയി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം ഇത് എടുക്കാം. ഇതാണ് ഉരുളിയിൽ പരത്തിയത്. നമ്മുടെ ഫൈനൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെയല്ല ടേസ്റ്റ് ചെയ്യേണ്ട, കറിയുടെ കൂടെയാണ്. എങ്കിലും നമുക്കിപ്പോൾ ആക്രാന്തം മൂത്തിരിക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് പറയാൻ വരട്ടെ, ബിക്കോസ് കറിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് അല്ലേ? എനിക്കിപ്പോൾ കഴിച്ചിട്ട് കുറച്ച് കറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഒരു ദോശ, ഇഡ്ഡലി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ആ ജീരകം, നമ്മൾ ഇടയ്ക്ക് ചവയ്ക്കാൻ ജീരകവും തേങ്ങയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു ശരിക്കും ഒരു നാടൻ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റാണ്. എന്തായാലും കറിയും കൂടെ വന്നിട്ട് എനിക്കിത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഉരുളിയിൽ പരത്തിയത് റെഡിയായി. അപ്പോൾ ഇനി ഇത് കഴിച്ച് ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ട് കഴിച്ചു നോക്കി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? കഴിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിലുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കറിയും കൂടെ എന്താണെന്ന് നോക്കിയിട്ട് കറിയുടെ കൂടെ ഒന്നും കൂടി എനിക്കിത് കഴിക്കണം. അപ്പം മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതിൻ്റെ കറി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ വയ്ക്കുന്നതിനായിട്ട് നമ്മൾ മുളക്, കറിവേപ്പില, ചെറിയുള്ളി, പിന്നെ ഉപ്പ്, ഇത് എല്ലാം നല്ലപോലെ ഒന്ന് വറുത്ത് നന്നായിട്ട് അരയ്ക്കുക. അരച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് ഒരാൾ അകത്ത് പോയിട്ടുണ്ട്. ആരാണ്? സരള. വിളിക്കൂ. ചേച്ചിയുടെ ചിരി കണ്ടില്ലേ? ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്നില്ലേ? ഇനി ഒരാളും കൂടി വരട്ടെ. ചേച്ചി വാ ചേച്ചി. അപ്പോൾ ഇതാണ് സരളേച്ചി. ചേച്ചി ഇത് നന്നായിട്ട് ഈ ഒരു പരുവാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്താണ് അരച്ചിരിക്കുന്നത്. ഉപ്പ്, മുളകും കരിവേപ്പില, ഉള്ളി എല്ലാം കൂടി വഴറ്റുക എന്ന് പറയും. വഴറ്റിയിട്ട് അത് ഒന്ന് അരച്ചു. നല്ലവണ്ണം അരക്കത്തില്ല, കുറച്ച് അരച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ചേർത്ത്. ഓക്കെ. ചേച്ചിയുടെ ആരാണിത്? അനിയൻ്റെ വൈഫാണ്. അനിയത്തി. ഓ, എന്തൊരു ഒത്തൊരുമൈ. അപ്പോൾ ചേച്ചി ഇനി എന്താ ചെയ്യുന്നത്? ഇനി അതിന് തൊട്ട് കൂട്ടാൻ. ഓ, ഇത് കഴിഞ്ഞു വരി. ഞാൻ വെച്ച് ഇനി അടുപ്പ് എത്തിക്കണം, ഇനിയും കരയേണ്ടി വരും എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച സാധനം റെഡി ആയി കഴിഞ്ഞു. ഉരുളിയിൽ പരത്തിയതും പിന്നെ അത് സുഭദ്രേച്ചി ഉണ്ടാക്കിയതാണ്, പേറ്റന്റ്. പിന്നെ ഇനി ഇത് സരള ചേച്ചി ഉണ്ടാക്കിയ നമ്മളുടെ നല്ല എരിവുള്ള മുളക് വെച്ചിട്ടുള്ള മുളക് അരച്ച ചമ്മന്തി അല്ലേ? മുളക് ചമ്മന്തി. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യണത്. അതായത് ഈ ഇല്ലത്തിൽ വന്ന് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് ഇന്ന് നല്ലതായിട്ടൊന്ന് അറിയാം. നല്ല എരിവുണ്ട്. എനിക്കൊന്ന് കുറച്ച് കൂടുതൽ എടുത്തെന്ന് തോന്നുന്നു, പക്ഷെ സൂപ്പറായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ബ്ലാൻഡ് ആയിരുന്നു എന്ന്. ഇതിൻ്റെ ചമ്മന്തി വന്നപ്പോൾ കറക്റ്റായി. ബിക്കോസ് ചമ്മന്തിയുടെ എരിവും ചേച്ചി ചുമ്മാ അല്ലേ. മുളക് ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാരയോ അങ്ങനെ നമ്മളൊക്കെ കഴിക്കാം. മുളക് ഇഷ്ടമല്ലാത്തവർക്ക്, എരിവ് പറ്റാത്തവർക്ക്. പക്ഷെ ഇത് അധികം എരിവില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് എരിവ് കുറഞ്ഞു. ഒന്നും കൂടി ടേസ്റ്റ് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. നമ്മളുടെ ഉരുളിയിൽ പരത്തിയത് സക്സസ് ആയിട്ടുണ്ട്. ചമ്മന്തി ഉഗ്രൻ. ചേച്ചിയെല്ലാം ഉണ്ടാക്കിയ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇവർ പറയുന്നത് എരിവ് ഇഷ്ടമല്ലാത്തവർക്ക്, അതായത് മുളക് ചമ്മന്തി ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാം. പഞ്ചസാരയും നെയ്യൊക്കെ കൂട്ടി
അത് സൈഡിൽ വെച്ച് പിള്ളേർക്കൊക്കെ അങ്ങനെ കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ ധീരമായി ആൾക്കാരുണ്ടെങ്കിൽ മുളക് എരി ഉപയോഗിക്കാത്തവർക്കൊക്കെ പഞ്ചസാര, എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. ബിക്കോസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കറക്റ്റ് പലഹാരം തന്നെയാണ് ചേച്ചി. പരത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വാദുണ്ട്. ഒരു ആരാണെങ്കിലും വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് ചായയുടെ കൂടെ ഇതുണ്ടെങ്കിൽ തീർച്ചയായും അവർ എൻജോയ് ചെയ്ത് കഴിക്കും. എനിക്ക് തോന്നുന്നു ഇത് പഞ്ചസാരയുടെ കൂടെ തേനിൻ്റെ കൂടെയൊക്കെ അല്ലേ, തേൻ തൊട്ട് കഴിക്കാൻ നല്ലതായിരിക്കും. ശർക്കര പിന്നെ മധുരമുള്ള എല്ലാം അല്ലേ. പിന്നെ കറികളായിട്ട് വേറെ കറികളുടെ കൂടെ എരിവുള്ള കറികളായിട്ട് നന്നായിട്ട് ഇത് ചേരുന്നു തോന്നുന്നു. അപ്പം എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി അല്ലേ. അടുപ്പില്ലെന്നേ ഉള്ളൂ. അടുപ്പില്ലാത്തവർ എന്ത് ചെയ്യും? ഗ്യാസ് അടുപ്പിലുണ്ടാക്കും അല്ലേ, പുകയില്ലാണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും അടുപ്പിൽ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദേ വേറെയാണ് അല്ലേ. അപ്പം എന്തായാലും ഇത്രയും കനലിൽ വരുന്ന പോലെ ഗ്യാസിൽ ഇത്രയും ശരിയായി കിട്ടില്ല. അടിക്ക് ചിലപ്പോൾ പിടിച്ചു വരും അല്ലേ. അടിക്കല്ല, വേവൊന്നും ചിലപ്പോൾ ശരിയാകും. അതെ, ശരിക്കും കനലിനാണ് കറക്റ്റ് വേവ്. ഓക്കെ, അപ്പോൾ മോഹൻലാൽസ് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കിയ ഉരുളിയിൽ പരത്തിയതും നല്ല നല്ല എരിവുള്ള മുളക് വെച്ചിട്ടുള്ള ചമ്മന്തി രണ്ടും അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് മധുരം വേണമെങ്കിൽ തേനാക്കാം അല്ലേ, ശർക്കരയുടെ കൂടെയൊക്കെ കഴിക്കാം. എന്തായാലും ചേച്ചിമാരെ താങ്ക് യു സോ മച്ച്. സർല ചേച്ചി ആൻഡ് സുഭദ്ര ചേച്ചി രണ്ടുപേരും ആക്ച്വലി ക്യാമറയുടെ മുമ്പിൽ ആദ്യത്തെ ഒരു ഭാഷ അല്ലേ, പേടിച്ച് നിൽക്കുമായിരുന്നു. ലൈറ്റൊക്കെ കണ്ടിട്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. എന്തായാലും രണ്ടുപേരും കാര്യമായിട്ട് നല്ല സ്പോർട്ടീവായിട്ട് ഇതെല്ലാം നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. വീട്ടിൽ കുറേ അമ്മമാർ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും, ഇന്ന് ഉണ്ടാക്കണോ ഇത് വേണ്ടയോ എന്നൊക്കെ ഒരു ആലോചിക്കുന്നുണ്ട്. അവരുടെ അടുത്തൊന്ന് പറഞ്ഞ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം സർല ചേച്ചിയുടെ ഒരു സജഷനാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സക്സസ് ആവുമെന്നാണ് പറയുന്നത് അല്ലേ. ബിക്കോസ് ഇത് അധികം റിസ്കി അല്ല, വളരെ സിമ്പിളാണ്. ഇത് വളരെ സിമ്പിൾ ടേസ്റ്റാണ്, ഭയങ്കര മധുരവും ഒന്നുമില്ല അല്ലേ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡോട് തീരാണ്. ടിൽ ദെൻ അടുത്ത ആഴ്ച ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സേര, സർല ചേച്ചി ആൻഡ് സുഭദ്ര ചേച്ചി. ബൈ.